ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഫേസ് പാക്കുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് 3 ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്കാണ്. നമ്മുടെ ഫേസൊക്കെ ഇപ്പോൾ നമ്മൾ പുറത്ത് പോയി ഭയങ്കര സൺ ടാനും കാര്യങ്ങളും ഒക്കെ അടിച്ച് ഭയങ്കര ഡള്ളായിട്ട് ആ ഒരു ബ്രൈറ്റ്നെസ് ഒന്നും ഇല്ലാണ്ട് ഭയങ്കര ഡള്ളായിട്ട് ഭയങ്കര സൺ ടാൻ അടിച്ചൊരു കരിവാളിച്ച് ഒരു കറുത്ത കരിവാളിപ്പ് കടിച്ച് ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിനി വിഷമിച്ചിരിക്കേണ്ട. അതിനുള്ളൊരു അടിപൊളി സൂപ്പർ റെമഡി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ 3 ഇൻഗ്രീഡിയൻസ് മതി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള 3 ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ടാണ്. അപ്പം വീഡിയോ ഒന്നും വലിച്ചു നീട്ടി ലാഗ് അടിപ്പിക്കുന്നില്ല, പെട്ടെന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം ഇതാണ് നമ്മുടെ സാധനം. ആദ്യമായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് അരിപ്പൊടിയാണ്, റൈസ് പൗഡർ എന്ന് പറയും. അപ്പം നമ്മുടെ അരിപ്പൊടിയാണ്. അപ്പം ഞാൻ കാണുന്നുണ്ടോ? അപ്പോൾ ഞാൻ അരിപ്പൊടി കുറച്ച് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫേസിന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അരിപ്പൊടി എടുക്കുക. ഞാനിപ്പോൾ ഇതിലൊരു 2 സ്പൂണാണ്, ഈ ഒരു സ്പൂണിന് 2 സ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം ഒന്നാമത്തെ സാധനം ഇതാണ്. അപ്പോൾ ഈ അരിപ്പൊടി എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി നമ്മുടെ ഫേസിന് നമ്മുടെ സ്കിൻ വന്നിട്ട് നന്നായിട്ട് ബ്രൈറ്റൻ ആക്കാനായിട്ട്, ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബ്രൈറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു സഡൻ ചേഞ്ച് നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് നമ്മൾ ചുമ്മാ ജസ്റ്റ് ഒരു നോർമൽ വാട്ടറോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ തക്കാളി നീരിലോ തക്കാളിയുടെ ജ്യൂസിലോ അങ്ങനെ നമ്മളിത് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ഫേസിന്. അപ്പം ഇത് നമുക്കൊരു ഒരു സ്ക്രബ് എഫക്റ്റും തരും. അതുപോലെ തന്നെ ഇത് നല്ലൊരു ഫേസ് പാക്കുമാണ്. നമുക്ക് ഇപ്പം സ്ക്രബായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് വന്ന് ഒരു വീക്ക്ലി ടോയ്സ് മാത്രം യൂസ് ചെയ്താൽ മതി. ഇപ്പം ഞാൻ സ്ക്രബ് ആയിട്ടുള്ളൊരു രീതിക്കല്ല ഞാൻ എടുക്കുന്നത്, ഞാനൊരു പാക്കായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യേണ്ട, അതായത് ഓൾട്ടർനേറ്റ് ഡേയ്സിലായിട്ട് ഇപ്പോൾ ഇന്ന് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ വേണ്ട, മറ്റന്നാളത്തേക്ക് യൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. അപ്പം ഫസ്റ്റ് വേണ്ട നമ്മുടെ അരിപ്പൊടിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഇതിലേക്ക് വേണ്ട സാധനം എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. അപ്പോൾ ഞാൻ നേരത്തെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ നമ്മൾ അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മുടെ കോഫി പൗഡർ, ഇൻസ്റ്റൻറ്റ് ആയിട്ടുള്ള കോഫി പൗഡർ നിങ്ങൾ യൂസ് ചെയ്യുമ്പം വലിയ ബോട്ടിലായിട്ടുള്ള ചില്ലിൻ്റെ ബോട്ടിൽ കിട്ടും. അപ്പോൾ വലിയ ബോട്ടിൽ നിങ്ങൾ വാങ്ങി വെക്കാതിരിക്കുക മാക്സിമം. കാര്യം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് കട്ട പിടിച്ച് പോകും, പെട്ടെന്ന് നമുക്ക് ഇതായി പോകും. അപ്പോൾ നമുക്ക് ഒത്തിരി നാളത്തേക്ക് യൂസ് ചെയ്യാനൊക്കെ ആയിട്ടാണെങ്കിലും ഏത് രീതിക്കാണെങ്കിലും ബെറ്റർ ഇത് തന്നെയാണ്. ഇതാകുമ്പം എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റും, എല്ലാ രീതിയിലുള്ള ഇപ്പം കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും ഒരു 2 രൂപ മതി നമുക്കിത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പം നമ്മുടെ വീട്ടുകാരോട് പറഞ്ഞാലാണെങ്കിലും പെട്ടെന്ന് വാങ്ങിത്തരും. ഇല്ല മറ്റേതാണെങ്കിൽ നമ്മുടെ ബോട്ടിലൊക്കെ കിട്ടുന്നതാണെങ്കിൽ നമ്മുടെ ചിലപ്പോൾ അമ്മയൊന്നും വീട്ടിലെടുക്കാൻ സമ്മതിക്കത്തില്ല, പിള്ളേരുടെ അടുത്ത് വഴക്ക് പറഞ്ഞെന്നിരിക്കും, അതെടുക്കാൻ പറ്റത്തില്ല, നമ്മൾ കോഫി ഇടാൻ വേണ്ടി വാങ്ങി വെച്ചിരിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ വഴക്കിട്ടെന്നിരിക്കും. അപ്പോൾ ഇതാകുമ്പോൾ അത്രയും വഴക്കൊന്നും നിങ്ങൾ കേൾക്കത്തില്ല കേട്ടോ. അപ്പം ഇത് യൂസ് ചെയ്യുന്നതാണ് നല്ല. ഞാൻ കൂടുതൽ ഇതാണ് വാങ്ങി വെക്കാറ്. കാര്യം ഇത് നമുക്കിങ്ങനെ ഒരു മാല പോലെ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നതായിരിക്കും. ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് എത്രയാണോ അത് പൈസ എടുത്തിട്ട് പോരുന്നതാണ്. അപ്പം 2 രൂപയാണ് ഈ ഒരു ചെറിയ പാക്കറ്റിന് വന്നിട്ട് 2 രൂപയാണ്. നമുക്ക് ഒരൊറ്റ യൂസിന് വേണ്ടിയിട്ട് ഇത് മതി, ഈ ഒരു പാക്കറ്റ് എടുത്താൽ മതി. അപ്പം ഒരൈറ്റം ഇതാണ് കേട്ടോ. കോഫി പൗഡർ ഭയങ്കര നല്ലതാണ്, നമ്മുടെ ഫേസ് നല്ലൊരു ബ്രൈറ്റ്നെസ് തരാനും ഒരു ഗ്ലോ തരാനും ഒക്കെ നല്ലതാണ്. നമുക്കിത് കണ്ടിന്യൂസ് വേണമെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാം. ഇത് മാത്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ കൂടെ അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. കാര്യം ഇതിൽ എല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഈ വീഡിയോ വന്നിട്ട് ഭയങ്കര ലോങ് ആയി പോവും. അപ്പം ഭയങ്കര ഒരു ലാഗ് അടിക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പം ഒരു സാധനം ഇതാണ്. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ? ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, എല്ലാവർക്കും അറിയാം. ഇത് കുഞ്ഞു കടകളിൽ വരെ കിട്ടുന്ന സാധനമാണ്. പിന്നെ ഉള്ളത് ഞാൻ ഇതിലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിലെടുത്ത് വെച്ചിരിക്കുന്നതായിട്ട് സാധനം എന്താണെന്നൊന്നും നിങ്ങൾ ആലോചിച്ച് ഒത്തിരി തിങ്ക് ചെയ്ത് പോകണ്ട. ഇത് വേറൊന്നുമല്ല, നമ്മുടെ തൈരാണ്. അപ്പം ഞാനിപ്പോൾ റൂമിലിരുന്നിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. കാര്യം പുറത്തൊക്കെ അപ്പുറേ പോയി കഴിഞ്ഞാൽ നല്ല സൗണ്ടും കാര്യങ്ങളും കാണും. ഞാൻ എൻ്റെ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വോയിസിൽ ക്ലിയർ കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ റൂമിൽ വന്നിരുന്ന വീഡിയോ എടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട് വന്നിട്ട് റോഡ് സൈഡിലാണ്. അപ്പം ഭയങ്കരമായിട്ട് റോഡിലെ സൗണ്ടും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും, വണ്ടി പോകുന്നതിൻ്റെയും അങ്ങനെയുള്ള ബഹളങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റൂമിനകത്ത് വന്നിരുന്ന് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ചെറിയൊരു ഡപ്പയ്ക്കകത്താക്കിയിട്ട് ഒരു ചെറിയൊരു ടിന്നിലാക്കിയിട്ട് ഞാൻ എടുത്തിട്ട് വന്നതാണ്, അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തിട്ട് വന്നതാണ്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് വീട്ടിൽ തന്നെ വെച്ച് റെഡിയാക്കിയ തൈരാണ്. നമ്മളല്ലാതെ കടകളിൽ നിന്ന് വാങ്ങിയ തൈരല്ല, വീട്ടിൽ തന്നെ വെച്ച തൈരാണ്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം.
ഇപ്പം കടകളിൽ നിന്ന് വാങ്ങിയിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ, ഇല്ലയെന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെയ്തെടുക്കാം എന്നുള്ളവരാണെങ്കിൽ വീട്ടിൽ ചെയ്ത് വെക്കുന്നവരൊക്കെ ആണെങ്കിൽ അങ്ങനെ എടുക്കുക. ഇപ്പം നമ്മുടെ വീട്ടിലെപ്പോഴും വീട്ടിലമ്മ ഇങ്ങനെ തൈര് എടുത്ത് ഇങ്ങനെ വെക്കാറുണ്ട്. എനിക്ക് ഭയങ്കര തൈര് ഇഷ്ടമാണ്, ഇവിടെ എല്ലാവർക്കും തൈര് ഇഷ്ടമാണ്. അപ്പോൾ തൈര് കഴിക്കുന്നത്, ഇപ്പം നമ്മൾ തൈര് ഉള്ളിലേക്ക് കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ, നമ്മുടെ സ്കിന്നിന് ഭയങ്കര അടിപൊളിയാണ് തൈര് കഴിക്കുന്നത്. അപ്പം മൂന്നാമത്തെ സാധനം നമ്മുടെ തൈരാണ്. അപ്പോൾ ഇതെല്ലാം കൂടി എടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് തൈര് ഒഴിക്കുവാണ്, കാണുന്നുണ്ടല്ലോ അല്ലേ, ഇതാ ഇതിലേക്ക് തൈരാണ് ഒഴിക്കുന്നത്. തൈര് ആവശ്യത്തിന് തൈര് എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വരാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാനിതും വീഡിയോ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ വീഡിയോ ലെങ്തായി പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് കുഴപ്പമില്ലയെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കാം, അല്ലെങ്കിൽ ഇനി മിക്സ് ചെയ്യുന്ന കണ്ടില്ല എന്നൊന്നും ആരും പറയരുത്. കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പറയും മിക്സ് ചെയ്ത് കണ്ടില്ല എന്ന് പറഞ്ഞേക്കും. അപ്പം തൈര് ഞാൻ എടുത്തുകൊണ്ട് വന്ന തൈര് കുറഞ്ഞു പോയോ എന്നൊരു സംശയമുണ്ട്. ഇതൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ വരണം. ഇതിപ്പോൾ ഫുൾ കട്ട പിടിച്ചിരിക്കുകയാണ് ഈശ്വരാ. ഇനിയും ഞാൻ പോകണം തൈരെടുക്കാനായിട്ട്. ഓക്കെ, അപ്പം ഞാൻ തൈരെടുത്ത് ഞാൻ മിക്സ് ചെയ്തോളാം. അതിൻ്റെ കൂടെ നമ്മുടെ ഇത് വന്നിട്ടൊരു കത്രിക, ഞാനിവിടെ എവിടെയോ ഒരു കത്രിക വെച്ചിട്ടുണ്ടായിരുന്നു, കത്രിക കാണുന്നില്ല, കിട്ടി. അപ്പോൾ കത്രിക എടുത്തിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്യാം. ഓക്കെ, കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കുടഞ്ഞിടുക. മഞ്ഞില്ലേ, ഇന്ന് മൊത്തം ഫ്ലോപ്പാണല്ലോ ഭഗവാനെ. അതാ നന്നായിട്ട് ഇതായിട്ടില്ല, കട്ടായിട്ടില്ലായിരുന്നു. അപ്പം കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ എടുത്തിടുക. പോന്നാ ഫുൾ വേണ്ട, ഇതിപ്പോൾ തന്നെ കട്ട പിടിച്ചു. നമ്മൾ ജസ്റ്റ് ചെറിയൊരു കാറ്റ് കയറിയാൽ മതി, ഇതിൻ്റെ പ്രശ്നം അതാണ്, അപ്പം തന്നെ കട്ട പിടിക്കും. അപ്പോൾ ഞാനിത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് കാണാവോ, കണ്ടോ, ഇതെല്ലാം ഞാൻ ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഞാൻ വരാം, ഞാൻ കൊണ്ടുവന്ന് കാണിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ ലെങ്തായി ഇപ്പം. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്, കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ഫേസിലിടാൻ പറ്റുന്ന ഈ ഒരു ലൂസായിട്ടുള്ള ആ തിക്കിൽ നിന്ന് മാറിയിട്ട് ഈ ഒരു, എന്നാൽ ഒത്തിരി ലൂസായി പോകാനും പാടില്ല, ഈ ഒരു രീതിയിൽ കാണുന്നുണ്ടോ, ഈ ഒരു രീതിയിൽ എടുക്കുക കേട്ടോ. അപ്പം ഇതെടുത്തു, നമ്മളത് കറക്റ്റായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ തൈര് അത്യാവശ്യം വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ തന്നെ നമ്മൾ ചെയ്തെടുത്ത തൈര്. അപ്പോൾ നല്ല കട്ടയായിട്ടുള്ള തൈരായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അത്രയും ഞാൻ എടുത്തത് പോരാതെ വന്നത്. അപ്പോൾ ഞാൻ പോയിട്ട് വീണ്ടും എടുത്തു, ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ബ്രഷോ കാര്യങ്ങളോ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ വന്നിട്ട് കൈ കൊണ്ടാണ് അപ്ലൈ ചെയ്യുന്നത്, എനിക്ക് കൈ കൊണ്ട് അപ്ലൈ ചെയ്യാനാണ് ഇഷ്ടം. അപ്പം ഞാൻ കൈ കൊണ്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഇത് ഇടുന്നതിന് മുന്നേ വന്നിട്ട്, ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ വന്നിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ. ഞാനത് കാണിക്കാൻ വിട്ടുപോയതാണ്. ഞാൻ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നോർമലി നിങ്ങളുടെ ഫേസിൽ ഡേർട്ടും കാര്യങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്താൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫേസ് വാഷോ, നിങ്ങൾ ഏത് ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഫേസ് വാഷ് ഇട്ടിട്ട് യൂസ് ചെയ്യാം. ഇനി ചിലർ ഫേസ് വാഷ് ആയിരിക്കില്ല, നമ്മുടെ ഈ പയറുപൊടി, അത് ഭയങ്കര നല്ലതാണ് കേട്ടോ ഈ സ്കിന്നിന്. നമ്മുടെ ഈ പയറുപൊടി യൂസ് ചെയ്യുന്നത്, പയറുപൊടി ഇട്ട് ഫേസ് വാഷ് ചെയ്യുന്നതും ഒക്കെ നല്ലതാണ്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ. അപ്പോൾ എന്താണെങ്കിലും എന്ത് വെച്ചിട്ടാണ് നിങ്ങൾ ഫേസ് വാഷ് ചെയ്യാൻ യൂസ് ചെയ്യാറ്, അത് വെച്ചിട്ട് നിങ്ങളെ ഫേസ് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തേക്കുക. കാര്യം ഫേസിൽ അഴുക്കും കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഞാൻ എൻ്റെ പൊട്ടെടുത്ത് മാറ്റാൻ മറന്നുപോയി. ഓക്കെ, മാറ്റിയിട്ടുണ്ട്. ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടുന്നതുകൊണ്ട് ഞാൻ മറന്നുപോയി. അതുപോലെ നമ്മൾ ഈ ഫേസ് പാക്ക് ഇടുമ്പോൾ അത്യാവശ്യം നല്ല കട്ടിക്ക് ഇടണം, നല്ല രീതിക്ക് നല്ല കട്ടിക്ക് ഇടണം. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. കുറച്ചെടുത്തിട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റിസൾട്ട് കാണാൻ പറ്റില്ല. നമുക്ക് നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഗ്ലോയും നല്ലൊരു റിസൾട്ടും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പക്ഷെ നിങ്ങൾക്കിപ്പം വീഡിയോയിൽ എത്രമാത്രം അത് ആ റിസൾട്ട് സഡൻ ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫോൺ ക്യാമറയിലാണ് എടുക്കുന്നത്. അപ്പോൾ എത്രത്തോളം അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ ഒരു വട്ടം ചെയ്ത് നോക്കുക, അടിപൊളിയാണ് കേട്ടോ.
അപ്പോൾ ഇതാ ഞാൻ ഇപ്പം കണ്ണിന് താഴെയൊക്കെ നിങ്ങൾക്ക് കറുപ്പ് നിറവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് നന്നായിട്ട് അപ്ലൈ ചെയ്യാം കണ്ണ് താഴെ. പക്ഷെ നിങ്ങളവിടെ ഈ അരിപ്പൊടി ആയതുകൊണ്ട് വളരെ നൈസായിട്ട് പൊടിച്ച അരിപ്പൊടി തന്നെ യൂസ് ചെയ്യണം കേട്ടോ. കണ്ണിന് താഴെയാണെങ്കിൽ ഇപ്പം നമ്മളിത് വീട്ടിൽ തന്നെ പൊടിപ്പിച്ച ഇതാണ് അരിപ്പൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ചില അരിപ്പൊടിയിൽ വന്നിട്ട് നല്ല തരിയും കാര്യങ്ങളും ഉണ്ടാകും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിൽ വന്നിട്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള അരിപ്പൊടിയൊക്കെ ആണെങ്കിൽ കണ്ണിന് താഴെ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നും കാര്യങ്ങളുമാണ് നമ്മുടെ അവിടെ ഭയങ്കര ഇതായിട്ട്. ഇപ്പം അവിടെ നമ്മളെ സ്ക്രബ് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി കട്ടിക്കാണെങ്കിൽ ഇടാം. ഞാനിപ്പോൾ പിന്നെ വീഡിയോയിലായതുകൊണ്ടാണ് അങ്ങനെ ഇടുന്നത്. കുറച്ചുകൂടി കട്ടിക്ക് ഇടാം. ഇത് നമ്മൾ ഇട്ടതിന് ശേഷം വന്നിട്ട് ഇതായി നമ്മുടെ ഐബ്രോസിൻ്റെ മേളിൽ വന്നേക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് വലിച്ച് തൂത്ത് മാറ്റാം. മാറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ മാറ്റാം. പിന്നെ നമ്മൾ ഏതൊരു ഫേസ് പാക്കും കാര്യങ്ങളും യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിലേക്ക്, നെക്ക് പോർഷനിലേക്കും അതുപോലെ നമ്മുടെ ഇയർ പോർഷനിലോട്ടും നമ്മളിത് അപ്ലൈ ചെയ്യണം. ഞാനിപ്പോൾ വീഡിയോയിലായതുകൊണ്ട് മാത്രമാണ് ഞാൻ അപ്ലൈ ചെയ്യാത്തത്. സാധാരണ ഞാൻ എന്തെങ്കിലും പാക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ടൈമിൽ വന്നിട്ട് ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മറക്കാതെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിൽ തന്നെ ബാക്കി വന്നിട്ടുണ്ട്. അപ്പം ഈ ബാക്കി വന്ന പോർഷൻ ഞാൻ ഇങ്ങനെ വെക്കുകയാണ്. എനിക്കിത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു ദിവസം അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യണം, യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ അന്നേരം തന്നെ ചെയ്തെടുത്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഇതിപ്പോൾ ഞാൻ എടുത്തത് കുറച്ച് കൂടി പോയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ നമുക്കിത് ഇപ്പം നിങ്ങളിങ്ങനെ എടുത്ത് കൂടി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുളിക്കുന്ന ടൈമിനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കയ്യിലും കാലിലും ഒക്കെ ടാനും കാര്യങ്ങളും ഒക്കെ അടിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കയ്യിലും കാലിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ അടിപൊളിയാണ്. അപ്പോൾ ഞാൻ കയ്യിലും കാലിലും യൂസ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കാണ്. ബാക്കി എൻ്റെ കയ്യിലൊക്കെ നന്നായിട്ട് സൺ ടാൻ അടിച്ച് ആകെ അലമ്പായിട്ടിരിക്കുകയാണ്. അപ്പം കയ്യിലും കാലിലൊക്കെ യൂസ് ചെയ്യാം എന്ന് ഓർത്തിട്ട് വെച്ചേക്കുവാണ്. അപ്പം ഇങ്ങനെ ബാലൻസ് വരികയെന്നുണ്ടെങ്കിൽ നിങ്ങളതെടുത്ത് കളയണ്ട. ഒന്നുമില്ലെങ്കിൽ വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ കൊടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പം ബോയ്സിനും ഗേൾസിനും എല്ലാവർക്കും യൂസ് ചെയ്യാം കേട്ടോ. ഇന്ന ഇതൊന്നും കാറ്റഗറി അങ്ങനെ ഒന്നുമില്ല, ഗേൾസിന് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. ബോയ്സിനും ഗേൾസിനും ഒക്കെ യൂസ് ചെയ്യാം. ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. അടിപൊളിയാണ്. നിങ്ങൾ ഒരു വട്ടം ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഫേസിൽ വന്നിട്ട് ഒരു ഹാഫ് ആൻ അവർ വേണ്ട, ഒരു 20 മിനിറ്റ് വന്നിട്ട് നമ്മുടെ ഫേസിൽ ഇത് അങ്ങനെ വിട്ടേക്കുക. ഇതൊന്ന് ഡ്രൈ ആവും. നിങ്ങൾക്ക് ഡ്രൈ ആവുമ്പോൾ മനസ്സിലാവും. നിങ്ങൾക്ക് ഏതൊരു പാക്ക് യൂസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഒരു ഡ്രൈ ആയിട്ട് വരുന്ന ടൈമിൽ വന്നിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാം. പിന്നെ നിങ്ങൾ സ്ക്രബൊന്നും ഇപ്പോൾ റീസെൻ്റായിട്ട് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് വിട്ടതിന് ശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അങ്ങ് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. നമ്മൾ ഒരിക്കലും നമ്മുടെ ഫേസ് വന്നിട്ട് ഡെയിലി നിങ്ങൾ സ്ക്രബ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആ തെറ്റിന് ചെയ്യരുത്. ഡെയിലി നമ്മുടെ ഫേസ് സ്ക്രബ് ചെയ്യാനേ പാടില്ല. അതൊത്തിരി പിന്നെ ഈ കുരുക്കളും കാര്യങ്ങളും ഒക്കെ ഉള്ളവരാണെങ്കിൽ അവരൊട്ടും തന്നെ സ്ക്രബും കാര്യങ്ങളും ചെയ്യുമ്പോൾ ഭയങ്കര രീതിക്ക് കെയർ കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. വേറെ എന്താ, പിന്നെ എന്തുണ്ട് വിശേഷം? ഇന്ന് അവിടെ എങ്ങനെയുണ്ട് എല്ലാവരുടെ സ്ഥലത്ത് എങ്ങനെയുണ്ട്? മഴയും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയാണല്ലേ. നമ്മൾ നമ്മുടെ ഫേസ് നന്നായിട്ട് അത് ഉണങ്ങി അതിനുശേഷം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കുള്ള വീഡിയോ എടുക്കാനായിട്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വാഷ് ചെയ്യുന്നതിൻ്റെ വീഡിയോ കാണിക്കാതിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വാഷ് ചെയ്ത വീഡിയോ ഞാൻ കാണിക്കാതിരുന്നത്. ഞാൻ ഒറ്റയ്ക്കായിരുന്നു വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതാ നിങ്ങൾക്ക് ഞാനിപ്പോൾ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. 20 മിനിറ്റ് നമ്മുടെ ഫേസിൽ വെച്ച് ഞാൻ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ആ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ആ ഒരു ബ്രൈറ്റ്നെസ് വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്ത് നോക്ക്, നല്ല സൂപ്പറാണ്. ഇതാ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അതാ ഇപ്പോൾ ഒരു പൊട്ട് മാത്രം വെച്ചിട്ടുണ്ട്. ആ കഴുകിയിട്ട് വന്ന ഇതാണ്. നമുക്കൊരു നല്ലൊരു സഡൻ ആയിട്ടുള്ളൊരു ബ്രൈറ്റ്നെസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഫേസിൽ വന്നിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ബൈ.